നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഹമാസിന്റെ അടിവേര് മാന്തിയതിന് പിന്നാലെ മറ്റൊരു ശത്രുവായ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖലയിൽ കടന്നുകയറി പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ നടത്തിയ ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിൽ യുദ്ധസന്നാഹത്തിലേക്ക് നീങ്ങുകയാണ്. ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നത് ഏതു വിധത്തിലായിരിക്കും? ഇറാന്റെ പിന്തുണയോടെ തിരിച്ചടി നടത്തിയാൽ അമേരിക്ക നോക്കിയിരിക്കുമോ? പേജർ സ്ഫോടനത്തിന് പിന്നാലെ ലെബനനിൽ വ്യോമാക്രമണവും അതിരൂക്ഷമാണ്. സ്ഫോടനങ്ങൾക്ക് ഇസ്രായേലിന് സഹായം ചെയ്തവർക്കായുള്ള അന്വേഷണം ബൾഗേറിയയിലും നോർവേയിലും നടക്കുമ്പോഴും ഇസ്രായേലിന്റെ ടെക് വാറിന് പിന്നിൽ ആശങ്കയുടെ നിമിഷങ്ങളാണ് ലെബനനിൽ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു മിഡിൽ ഈസ്റ്റ് യുദ്ധഭീതിയിലോ. പ്രൈം ഡിബേറ്റിൽ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ്, അമേരിക്കയിൽ നിന്ന് മാധ്യമപ്രവർത്തകനായ ശ്രീ സജിമോൻ ആന്റണി, കരസേന മുൻ ഓഫീസർ കേണൽ ഡിനി, ഇസ്രായേലിൽ നിന്ന് ശ്രീ സ്റ്റീഫൻ, സൈബർ വിദഗ്ധനായ സംഗമേശ്വർ മാണിക്യം എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ചോദ്യങ്ങൾ മുഴുവൻ ഉയരുന്നത് ഈ പേജർ സ്ഫോടനം, അതിന് പിന്നാലെയുള്ള വോക്കി ടോക്കി സ്ഫോടനങ്ങൾ, ഇതെല്ലാം ഇസ്രയേലാണ് നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയവും ഇല്ല. മൊസാദിന്റെ സഹായത്തോടു കൂടിയുള്ള ഇസ്രയേലിന്റെ ആക്രമണം ലെബനന് നേരെ, അതായത് അത് ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണമാണ്. ഹമാസിന് പിന്നാലെ തങ്ങളുടെ അടുത്ത ശത്രുവായ ഹിസ്ബുള്ളയെ നേരിടുന്ന ഇസ്രയേലിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഇത് മധ്യപൂർവ്വ ദേശത്ത് ഒരു യുദ്ധത്തിന്റെ പ്രതീതി തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണോ നീങ്ങുന്നത് കാര്യങ്ങൾ? ശ്രീ മഞ്ജുഷ്, മധ്യ പൗരസ്ത്യ പ്രദേശം, വെസ്റ്റ് ഏഷ്യ, ആ റീജിയൻ മുഴുവൻ സംഘർഷഭരിതമായിരിക്കുന്നു. കേവലം 3 ദിവസം കൊണ്ട് നടന്ന 3 വ്യത്യസ്തമായ ആക്രമണങ്ങൾ. ആദ്യം പേജറുകൾ പൊട്ടിത്തെറിക്കുകയാണ്. 4000-ഓളം പേജറുകളുടെ കൺസൈൻമെന്റ് ആണ് തൈവാനിൽ നിന്നും ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്ത് ഇറക്കുമതി ചെയ്ത്, അത് അടുത്ത കാലത്ത് ഇറക്കുമതി ചെയ്തതാണ്. ആ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. അമ്പരപ്പിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അടുത്ത പടിയായി വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ ഏറിയൽ ബോംബാർഡ്മെന്റ് ആണ്. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായി 3 വേവ്സ് ഓഫ് അറ്റാക്കാണ്. ഇതിൽ അവസാനം നടന്ന ഏറിയൽ സോർട്ടീസ് അതൊഴിച്ച് മറ്റൊന്നിൻ്റെയും ഉത്തരവാദിത്വം ഇസ്രയേൽ പതിവ് പോലെ ഏറ്റെടുത്തിട്ടില്ല. നമുക്കറിയാം, ഇറാന്റെ മണ്ണിൽ കടന്നു കയറി മൊസാദിന്റെ പോരാളികൾ, അല്ലെങ്കിൽ മൊസാദിന്റെ സീക്രട്ട് സർവീസ് ഓപ്പറേഷൻസിലൂടെ വലിയ ഇറാൻ അഭയം നൽകിയിരുന്ന, അല്ലെങ്കിൽ ഇറാനിൽ ചെന്ന് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് അതിഥിയായി താമസിക്കുന്ന ഹമാസിന്റെ പൊളിറ്റിക്കൽ ഹെഡ് ഇസ്മായിൽ ഹനിയയെ വധിച്ചിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. അതുപോലെ ഇറാന്റെ എംബസി, ഡെമാസ്കസിലെ ഇറാൻ എംബസി, അതിൽ ആക്രമണം നടത്തിയത് ഇസ്രായേലാണെന്ന് 100% വ്യക്തമാണെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ ഫക്കിസാദയെ വധിച്ചതിന് പിന്നിൽ മൊസാദ് ഏജൻസാണ്, അതിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ലൂടി ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ വരുന്ന ഇക്കാര്യത്തിൽ എന്തായാലും ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എങ്കിൽ പോലും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടല്ലോ, അതൊരു യുദ്ധ പ്രഖ്യാപനം തന്നെയാണ്. ഞങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന കാര്യം ലോകരാജ്യങ്ങളെ അറിയിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ സായുധ സംഘടനകളെ അറിയിക്കുകയായിരുന്നു, ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ അറിയിക്കുകയായിരുന്നുവല്ലോ. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന പ്രസ്താവനയിൽ എടുത്തു പറയുന്ന കാര്യം, ഞങ്ങൾ വടക്കൻ ഇസ്രായേലിൽ ജനങ്ങളെ പുനരധിവസിപ്പിക്കുകയാണ്. വടക്കൻ ഇസ്രായേലിൽ നിന്നും 60,000-ൽ പരം ഇസ്രായേൽ പൗരന്മാരാണ് യുദ്ധമില്ലാത്ത തെക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് ഗസ യുദ്ധം തുടങ്ങിയതിനു ശേഷം, ഒക്ടോബർ 7-ന് ശേഷം. എന്നാൽ അവരെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അതിനൊരു ഏറിയൽ കവർ കൊടുക്കുകയാണ്. അതാണ് നിരന്തരമായി തെക്കൻ ലെബനിലേക്ക് ഇസ്രായേലിൽ നിന്നും കടന്നു വരുന്ന നിരന്തരമായ ആക്രമണങ്ങൾ. അത് ഏറിയൽ ആക്രമണങ്ങൾ ദിവസമായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ അതിശക്തമായ ബോംബിംഗ് ആണ് ലെബനന്റെ തെക്കൻ മേഖലയിലും ബെയ്റൂട്ട് ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. അതായത് ലെബനൻ ഇസ്രായേൽ അതിർത്തി, അവിടെ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ മേധാവിത്വമാണ് ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിൽ കാണാനുള്ളത് എന്നാണല്ലോ. അതായത് ഈ പൗരന്മാരെ അങ്ങോട്ട് തന്നെ കൊണ്ടുചെന്ന് അവരെ സുരക്ഷിതരായി ഇരുത്തുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെ ദൗത്യം. അവിടെ ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുക എന്നുള്ള ദൗത്യത്തിൽ തന്നെയാണ് ഇസ്രായേൽ. ഇക്കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പൊ ഇവിടെ 2 ശക്തികൾ, അതായത് 2 ശക്തികൾ സമാന്തരമായി പോരാടുകയാണ്. ഒന്ന്, ഹമാസിന്റെ പോരാളികൾ, അവർ
ഗസയുടെ മണ്ണിൽ നിന്ന് ഇസ്രായേലിനെതിരെ പോരാടുന്നു, അല്ലെങ്കിൽ അവർ കണ്ടമാനം ക്ഷയിച്ചിരിക്കുന്നു, വല്ലാതെ തകർന്നിരിക്കുന്നു. ഹമാസിന്റെ നെറ്റ്വർക്ക് പൂർണ്ണമായി തകർക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഏതാണ്ട് ദുർബലമായിരിക്കുന്നു. എന്നാൽ ഹിസ്ബുള്ള അങ്ങനെയല്ല. അവർക്ക് ആളുമർദ്ദവുമുണ്ട്. ഹമാസിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള, കുറച്ചുകൂടി ട്രെയിൻഡായ, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മിലിഷ്യയാണല്ലോ ഹിസ്ബുള്ള. അവർ ലെബനൻ എന്ന രാജ്യത്തിന്റെ തെക്കൻ പ്രദേശം യഥാർത്ഥത്തിൽ ഡിഫാക്ടോ ഹിസ്ബുള്ളയുടെ കൺട്രോളിലാണ്. അത് മാത്രമല്ല, ലെബനൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു പരമ്പരാഗതമായ അർത്ഥത്തിൽ ഒരു രാജ്യമെന്ന് ഇന്ന് പറയാനാവില്ല. കാരണം ലെബനൻ എത്രത്തോളം പരമാധികാര രാജ്യമാണ് എന്ന് സംശയമുണ്ട്. കാരണം ഇവിടെ പല മിലീഷ്യകളുടെ തേരോട്ടമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഗവൺമെന്റിന് ഈ മിലീഷ്യയുടെ മേൽ കൺട്രോൾ ഇല്ലാത്ത ഒരവസരത്തിൽ വേണമെങ്കിൽ സമാന്തര ഭരണകൂടമായി ഹിസ്ബുള്ള പ്രവർത്തിക്കുമ്പോൾ ആ ഹിസ്ബുള്ളയുടെ അടിവേരടക്കുക എന്നത് രണ്ടാമത്തെ ദൗത്യമായി ഇപ്പോൾ ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ ഹമാസിനോടൊപ്പം ഹിസ്ബുള്ള, ഹൂതികളുടെ ആക്രമണം വേറെയുണ്ട്. അത് കുറച്ചുകൂടെ അകലയിൽ ഉള്ള യമനിൽ സ്ഥിതി ചെയ്യുന്ന ഹൂതികൾ. അപ്പൊ ഇറാൻ എന്ന രാജ്യം ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ രീതിയിലും നേരിട്ട് രംഗത്ത് വരാതെ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ വരിഞ്ഞു മുറുക്കാനുള്ള ശ്രമമാണ്. അതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എങ്കിൽ പോലും ഇസ്രായേലിന്റെ ഭാഗത്ത് ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്ന അനവധി ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നു. ഇത് ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ കലാശിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്ന കാര്യം. ശരിയാണ്. അത് എത്ര ദിവസം ഈ രീതിയിലുള്ള വ്യോമാക്രമണങ്ങളിൽ ഒതുങ്ങും, അതോ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ളത്. സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ സജിമോൻ ആന്റണി, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് അമേരിക്കയിൽ. പക്ഷേ ഇസ്രായേലിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, ട്രംപിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടല്ലോ, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാട്. പക്ഷേ അവിടെ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ ഒരു പ്രസ്താവന അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണല്ലോ. കമലാ ഹാരിസ് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇസ്രായേൽ ഉണ്ടാവുകയില്ല എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം. ഇത് ഈ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്ന ഒന്ന് എന്ന് തന്നെയല്ലേ ഉള്ളൂ. എങ്ങനെയായിരിക്കും അമേരിക്കയുടെ പ്രതികരണം വരും ദിവസങ്ങളിൽ വരിക? ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. സജിമോൻ കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാം. അമേരിക്കയിൽ ഇപ്പൊ ഇലക്ഷൻ ചൂട് പിടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ സമയത്ത് ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് ആയ കമലാ ഹാരിസ് ജയിച്ചാലും റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ആയ ഡൊണാൾഡ് ട്രംപ് ജയിച്ചാലും ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ വലിയൊരു വ്യതിയാനം വരുമെന്ന് ഇവിടുന്ന് അങ്ങനെ ഒരു വിചാരം ഞങ്ങൾക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമേരിക്ക ആസ് എ ഹോൾ എപ്പോഴും ഇസ്രായേലിന്റെ തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൺട്രിയാണ്. ഒരു എന്താ പറയുക, ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു അല്ലയാണ്. ഇസ്രായേലിനെ കൊണ്ട് അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്, അമേരിക്കയെ കൊണ്ട് ഇസ്രായേലിനും ആവശ്യമുണ്ട്. നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു യുദ്ധ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ 1948 ശേഷം ഏകദേശം 7 മേജർ യുദ്ധങ്ങളാണ് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അറബ് രാജ്യങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് 5ഓളം രാജ്യങ്ങൾ പ്രോക്സി വാർ ആയിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ ഒരു യുദ്ധത്തിൽ. തുടങ്ങിയത് കഴിഞ്ഞ ഒക്ടോബർ 7 ഈ പറഞ്ഞ ഹമാസ് കയറി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതേസമയം അന്ന് തൊട്ട് ഇന്ന് വരെ ഇസ്രായേല് 5 മുഖത്തു നിന്നുള്ള ഒരു അറ്റാക്കുകൾ വരുന്നുണ്ട്. ഒരു സൈഡിൽ നമുക്കറിയാം ഇറാന്റെ പ്രോക്സി വാറുകൾ വരുന്നുണ്ട്, ലെബനന്റെ ഉണ്ട്, അതുപോലെ തന്നെ സിറിയയുടെ ഉണ്ട്, ഹമാസ് ഉണ്ട്. ഇങ്ങനെ 4-5 കൂട്ടരാണ് വളഞ്ഞു ചുറ്റി ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് അമേരിക്കൻ ഫോറിൻ പോളിസിയെ ഒരു സെക്കൻഡിൽ പോലും ഇസ്രായേലിനെതിരെ ിക്കുന്ന ഒരു സംസാരം വന്നിട്ടില്ല. എന്നാൽ പ്രസിഡന്റ് ഇലക്ഷൻ ആയി കഴിയുമ്പോൾ 2 പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചില അലിഗേഷൻസും ചില ഹോട്ടായിട്ടുള്ള ഹീറ്റായിട്ടുള്ള ആർഗ്യുമെന്റ്സും കാര്യങ്ങളും വരും, അല്ല ഒരു പ്രൊജക്ഷൻ വരും. എന്നതിൽ ഉപരി ഒരു ഫോറിൻ പോളിസിയിൽ ഒരു വ്യതിയാനം നമ്മൾ കാണുന്നില്ല. അതിന് വേറൊരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ ആ ഒരു ഗൾഫ് റീജിയനിൽ ഏകദേശം 30,000 അമേരിക്കൻ സൈനികരാണ് സാധാരണ ഉള്ളത്. 30 ഈ ഒരു കഴിഞ്ഞ ഒക്ടോബറിൽ ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം അത് 30 എന്നുള്ളത് 40,000 ഇൻക്രീസ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പ്രോക്സി വാർ തുടങ്ങിയതിനു ശേഷം അതിനെ 40,000 നിന്ന് 50,000 കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഡെമോക്രാറ്റ്സ് ഭരിച്ചാലും റിപ്പബ്ലിക്കൻ ഭരിച്ചാലും അമേരിക്കൻ പോളിസി ശക്തമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ
അതോടൊപ്പം ഇതും കൂടി പറയേണ്ടിയിരിക്കുന്നു, ഈ യുദ്ധം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വരുത്തി വെച്ചത് ഹമാസ് ആണെങ്കിലും അതിനെ തുടങ്ങിയത് ഹമാസ് ആണ് എങ്കിലും ആ സമയങ്ങളിൽ ലോക രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിന് സപ്പോർട്ടായിരുന്നു, ഇന്ത്യ അടക്കമുള്ള ആൾക്കാർ. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങൾ ഫോറിൻ പോളിസിക്ക് കാണുന്നുണ്ട്. അതിൻ്റെതായ പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നു അതിനെ. അതിനുശേഷം ഈ ഒരു മരണസംഖ്യ ഒരു ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചില രാഷ്ട്രങ്ങൾ ഇതിന് വിരാമം വേണമെന്നും അതോടൊപ്പം ഇസ്രായേലിനെ ഇച്ചിലൂടെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നും ടാർഗറ്റഡ് ആയിട്ടുള്ള സ്ട്രൈക്ക് വേണമെന്നും നോർമൽ ആയിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീജനങ്ങളെയും അങ്ങനെയുള്ള ആൾക്കാർ വയസ്സായിട്ടുള്ള ആൾക്കാരെയൊക്കെ ആക്രമിക്കരുതെന്നുമുള്ള ഒരു പോളിസിയിലേക്ക് വരികയും ചില ആൾക്കാർ ഒരു ന്യൂട്രലൈസ് ആക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ഒരു ഓവറോൾ പോളിസിയുടെ കാര്യത്തിൽ ഒരു വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി ഒക്ടോബർ 7 ഇസ്രായേലിനെ ഒക്ടോബർ 7 മാത്രമല്ല ഇതിനു മുമ്പുള്ള പഴയ 7 വാറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1948, 1956, 67, 73, 82, 2006 അവിടെയൊക്കെ 7 വർഷം അല്ലെങ്കിൽ 10 വർഷം 5 വർഷത്തെ ഗ്യാപ്പിൽ എപ്പോഴും ഒരു യുദ്ധം ഉണ്ടായിരുന്നു അവിടെ, അനൗൺസ് ആയിട്ടോ ഒഫീഷ്യലിയോ അൺഒഫീഷ്യലിയോ. എന്നാൽ ഈ 2023 ശേഷം 23 എന്നുള്ളത് ഇച്ചിരി ലോങ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒക്ടോബർ 7 അന്ന് നമ്മൾ എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരും പ്രൊഡിക്ട് ചെയ്ത് മേ ബി ഒരാഴ്ച കൊണ്ട് അല്ലെ 2 ആഴ്ച കൊണ്ട് അല്ലെ 1 മാസം അല്ലെ ഫ്യൂ മന്ത്സ് കൊണ്ട് ഇസ്രായേൽ ഹമാസിനെ അടിച്ചു നിരത്തി പോകും എന്നുള്ളത് ആ ഒരു വിശകലനം വന്നു. എന്നാൽ ഈ റിയാലിറ്റിയിൽ ഗ്രൗണ്ടിൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹമാസിന്റെ നെറ്റ്വർക്ക് വളരെയധികം സ്ട്രോങ് ആണെന്നും ഇന്റേണൽ ടണലുകളാണെന്നും ചിലന്തി വലകളെ പോലെയുള്ള നെറ്റ്വർക്കുകൾ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ഇച്ചിരി കൺട്രോൾ വേയിൽ ഇസ്രായേൽ ബിഹേവ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാഷ്വാലിറ്റി ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ ലഘൂകരിച്ച് പറയുന്നതല്ല. എനിക്കറിയാൻ സാധിച്ചത് ഏകദേശം 40,000-ലധികം ആൾക്കാർ ഈ ഒരു കാഷ്വാലിറ്റി ചെറുതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ഇങ്ങനെ നടത്തുന്ന പോരാട്ടവും ഇതും യുദ്ധത്തിന്റെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് നീണ്ടു പോകുമെന്ന് തന്നെയാണല്ലോ താങ്കളുടെയും ഒരു വിലയിരുത്തൽ. അതല്ലാതെ ഹിസ്ബുള്ളയെ നേരിടുക എന്നുള്ളത് ഈ പറയുന്നത് പോലെ എളുപ്പമുള്ള കാര്യമായിരിക്കുകയില്ല ഇസ്രായേലിന്. അമേരിക്കയുടെ ഇവിടെ നിന്നുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് ഒരു ഓൾ ഔട്ട് റീജിയണൽ വാർ ഉണ്ടാവരുത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ മാസം അമേരിക്കയിൽ വിസിറ്റ് ചെയ്തപ്പം കമല ഹാരിസ് ഒരു ചെറിയൊരു ഷോൾ ഹോൾഡർ ആണ് കാണിച്ചത് എന്നുള്ള റീസൺ, അതൊരു പൊളിറ്റിക്കൽ റീസൺ ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. കാരണം ഗാസയിൽ പാലസ്തീനിൽ ഇത്രയും ആൾക്കാർ മരിക്കുന്ന സമയത്ത് അമേരിക്ക അതിന് അൺഇക്വലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു രീതിയിൽ സംസാരം വരുന്നത് ഇവിടുത്തെ ഇന്റേണൽ പൊളിറ്റിക്സിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ചെറിയൊരു ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു അമേരിക്കൻ പോളിസിയുടെ കാര്യത്തിൽ. എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കാതലായ ഒരു വ്യത്യാസവും അമേരിക്കൻ പോളിസിയിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം. കാരണം ഇത്രയും ഇതിനകത്ത് മരിക്കുന്നത് മുഴുവൻ നിരപരാധികളായ ആൾക്കാരാണ്. 99% അല്ലെ 90% എന്ന് പറയുന്നത് അത് ക്രമാതീതമായി ഉയരുകയാണ്. എന്നാൽ അതേസമയം നമ്മൾ ഇത് പറയേണ്ടിയിരിക്കുന്നു, ഇസ്രായേലിന് സ്വന്തം രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അതിന്റെ ഒരു പുതിയ വേർഷനാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതിനു മുമ്പ് ടാർഗറ്റഡ് ആയിട്ടുള്ള സ്ട്രൈക്കും മിസൈൽ ആക്രമണങ്ങളും അങ്ങനെയുള്ള ഇതായിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ വാർഫെയറിലേക്ക് മാറുകയാണ്. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ശരിയാണ്, അങ്ങനെയുള്ള ഒരു ടെക്നോളജിക്കൽ വാർ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുക. ഞാൻ സംഗമേശ്വരൻ മാണിക്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇസ്രായേലിൽ നിന്ന് സ്റ്റീഫൻ ഉണ്ട്, അദ്ദേഹത്തിന് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം. സ്റ്റീഫൻ, എങ്ങനെയാണ് ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് ഇന്നത്തെ അവിടുത്തെ സാഹചര്യം? ഇന്ന് രാവിലെ ഏകദേശം ഒരു 1:30 രാവിലെ തൊട്ട് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1:30 നമുക്ക് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു അലേർട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. നോർത്തേൺ സൈഡിലുള്ള എല്ലാവരും അലേർട്ട് ആയിരിക്കണം, മാക്സിമം ആൾക്കാരെല്ലാം ബങ്കറിലേക്ക് പോകണം എന്നും പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം 130 റോക്കറ്റ്സ് അവിടുന്ന് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് ഇസ്രായേലിലേക്ക് വലിയ കാഷ്വാലിറ്റീസ്, ഒറ്റ കാഷ്വാലിറ്റിയും ഇല്ല. എല്ലാം അവിടുന്ന് തന്നെ അത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും നിലവിൽ ഇപ്പം ഈ നിമിഷം വരെയും അതിനുശേഷം വേറൊരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി എന്താവും എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും അലേർട്ട് ഉണ്ട്. IDF ഓൾറെഡി, ഡിഫൻസ് ഫോഴ്സ് ഓൾറെഡി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നോർത്തേൺ സൈഡിലുള്ള എല്ലാവരും ഷെൽട്ടറിലും അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്തേക്കും പോവുക. പിന്നെ അവരുടെ IDFന്റെ ഇതാണുള്ള സ്ഥിരമായിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസിൽ അവർ പറയുന്നുണ്ട്. ഇന്നും നാളെയും, പ്രത്യേകിച്ച് ഇന്നും നാളെ ഇവിടെ ശബാത്താണ്, ഇവിടുത്തെ ഹോളിഡേ ആണ്. അപ്പം മാക്സിമം ട്രാവൽ ഒഴിവാക്കുക, മാക്സിമം എല്ലാവരും ബംഗറിലേക്ക് തന്നെ നിൽക്കുക എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്.
സ്റ്റീഫൻ, ഒരു കാര്യം, ഇപ്പോൾ ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഈ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങൾക്ക് ശേഷവും ഇപ്പോൾ വ്യോമാക്രമണം നടക്കുകയാണല്ലോ. പക്ഷേ ഇത് അതിന് മുൻപും ഉണ്ടായിരുന്നുവല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇസ്രായേലിൽ നിന്ന് ലെബനന് നേർക്കും അതുപോലെ തന്നെ ഹിസ്ബുള്ള തിരിച്ചിങ്ങോട്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ അതിന്റെ ശക്തി കൂടുകയാണോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് ഈ പേജർ ആക്രമണങ്ങൾക്ക് മുൻപും പിൻപുമുള്ള അവസ്ഥ? പേജർ ആക്രമണത്തിന് മുമ്പും ഇത് കണക്ക് ഇത്രയും, അതായത് ഏകദേശം ഹൈ ആയിട്ട് അതിന് 130, 150 അത്രയും റോക്കറ്റ്സ് ഒരേ തവണ വിക്ഷേപിച്ചിട്ട് അവര്, പിന്നെ ഇപ്പൊ ഞാൻ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് ഫയറിംഗ് ഇല്ല അവിടുന്ന്. അതായത് അവര് ഇപ്പം ഈ ഒന്നരയ്ക്ക് അവർ ഇത്രയും ഒരു ഏകദേശം 130 റോക്കറ്റ്സ് ഫയർ ചെയ്തു. അതിനുശേഷം പിന്നെ ഇപ്പൊ ഇതുവരെ അടുത്ത ആക്രമണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വടക്കൻ പ്രദേശം എന്ന് പറയുമ്പോൾ ലെബനനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം, അവിടെയാണ് ഇപ്പോൾ ഈ സുരക്ഷാ മുൻകരുതൽ എടുത്തിരിക്കുന്നത്, മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്, ഇല്ലേ? താങ്കൾ ഏത് പ്രദേശത്താണ് ഉള്ളത് ഇസ്രായേലിന്റെ? ഞാൻ ഗാസയുമായിട്ട് ഷെയർ ചെയ്യുന്ന കിരിയാത് ഘാട്ട് എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അത് ഞാൻ ഏറ്റവും ഇങ്ങേ സൈഡിലാണ്, അതായത് നോർത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ഞാൻ സൗത്ത് സൈഡിലാണ് ഉള്ളത്. ശരി, ശ്രീ സുന്ദരേശൻ മാണിക്യം, ഇതൊരു ടെക്നോളജിക്കൽ വാറായി മാറിയിരിക്കുകയാണല്ലോ. അതായത് ഇസ്രായേൽ അതിൻ്റെ ഈ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ രീതിയിലുള്ള പോർമുഖം തുറന്നിരിക്കുകയാണ്. ഇത് താങ്കൾ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത്? ഇത് മുൻപ് നടന്നിട്ടുള്ള ഈ യുദ്ധ സാഹചര്യങ്ങളിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ്? നമസ്കാരം ശ്രീ മഞ്ജുഷ്. എന്റെ പേര് മാറ്റി സുന്ദരേശൻ എന്നാക്കി, ആക്ച്വലി സംഗമേശ്വരൻ. അപ്പൊ അതിൽ കുഴപ്പമില്ല. അപ്പൊ ഇതില് നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈബർ റിലേറ്റഡ് അറ്റാക്ക് പോലെ തന്നെയാണ് ഇതിലും ഒരു കോംപ്രമൈസ് ആയിട്ടുള്ളത്. കാരണം ഏതൊരു സൈബർ അറ്റാക്കിലും ഒരു കോംപ്രമൈസ് തീർച്ചയായിട്ടും ഒരു അറ്റാക്ക് ചെയിനിൽ എന്തായാലും നടക്കുന്നതാണ്. അപ്പൊ ഈ കേസിൽ അവർ ഒന്നുകിൽ സപ്ലൈ ചെയിനിലായിരിക്കും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സോഴ്സിൽ, അതായത് മാനുഫാക്ചറിങ് ലൈനിൽ തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഈ റീപ്ലേസ്മെന്റ് നടന്നിട്ടുള്ളത്. ഇപ്പൊ പൊതുവെ ഒരു പേജറിന്റെ ആർക്കിടെക്ചർ, ഇപ്പൊ പേജറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി വൈസ് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും മിഡ് 90s, അതായത് 90കളുടെ മധ്യത്തോടു കൂടി ഉപയോഗിക്കുന്നത് നിർത്തി എന്നുണ്ടെങ്കിലും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, അതായത് ഹോസ്പിറ്റൽസിൽ, അതുപോലെ ചില ഓർഗനൈസേഷൻസിലും, ഞാൻ എന്താണ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നില്ല, ഹോസ്പിറ്റലിലെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, അവരാണ് പൊതുവെ ഈ പേജർ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിൽ പല ടെക്നോളജീസും പണ്ട് യൂസ് ചെയ്തിരുന്നു. ഞാൻ അതിന്റെ ടെക്നോളജിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു പേജറിന്റെ ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു മൈക്രോ പ്രോസസ്സർ ഉണ്ടാവും. ആ മൈക്രോ പ്രോസസ്സർ പറഞ്ഞാൽ ചിപ്പാണ്, നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ചിപ്പാണ്. ആ ചിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സിഗ്നൽസ്, അതായത് റേഡിയോ ഫ്രീക്വൻസിയിൽ വരുന്ന സിഗ്നൽസിനെ ഒരു ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ ഡിസ്പ്ലേ യൂണിറ്റിൽ ആ മെസ്സേജ് എന്താണെന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പൊ അതിന് പവർ ചെയ്യാൻ, അതായത് എനി ഇലക്ട്രോണിക് ഡിവൈസ് ഡെഫിനറ്റ്ലി നീഡ്സ് എ പവർ. അപ്പൊ ഈ കേസിൽ 2 ബാറ്ററീസ് ആണ് പൊതുവെ കണ്ടുവരാറുള്ളത്. ഓരോ ബാറ്ററീസിനും ഏതാണ്ട് ഒരു 10-23 ഗ്രാം വെയിറ്റ് വരും ഓരോ ബാറ്ററിക്ക് കേട്ടോ. അപ്പൊ ഓരോ ബാറ്ററിക്ക് 23 ഗ്രാം വെയിറ്റ് വരുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് 20 ഗ്രാം എക്സ്പ്ലോസീവ് പേലോഡാണ് ശരിക്കും ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ, ഒരു മൊത്തം പേജറിന്റെ വെയിറ്റ് നോക്കുമ്പോൾ ഒരു 3 ഗ്രാമിന്റെ ഒരു ടോളറൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ബൾക്കായിട്ട് പേജസ് വരുമ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പൊതുവെ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇത് 2 രീതിയിലായിരിക്കാം. അതായത് ഒന്ന്, ഇതിന്റെ മാനുഫാക്ചറിങ് ലൈനിൽ തന്നെ വെച്ചിട്ട് ബാറ്ററി സ്വാപ്പ് ചെയ്തിട്ട് എക്സ്പ്ലോസീവ് പേലോഡുള്ള ബാറ്ററിയാണ് ഒരു ബാറ്ററിക്ക് പകരം സ്വാപ്പ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയും. അതായത് ഇടയിൽ വെച്ച് ഏതെങ്കിലും സപ്ലൈ ചെയിനിൽ, അപ്പോൾ അത് പോകുമ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴിക്ക് പോകും, ഷിപ്പ് ചെയ്യുമ്പോൾ, അതായത് ഫാക്ടറിയിൽ നിന്ന് ലെബനനിലേക്ക് ഷിപ്പ് ചെയ്യുന്ന വഴിക്ക് തന്നെ ഏതൊക്കെ വഴിക്ക് കടന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെ വേണമെങ്കിൽ വെച്ച് ഇതൊക്കെ എടുത്ത ശേഷം എല്ലാം റീപ്ലേസ് ചെയ്ത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അത് തീർച്ചയായിട്ടും മാറ്റിയിരിക്കാം. അതായത് ഏതെങ്കിലും ഒരു ഷിപ്പിംഗ് പോയിന്റിൽ വെച്ചിട്ട് ഇതിന്റെ പേജർ മാറ്റിയ ശേഷം അതിൽ ഒരു ബാറ്ററി മാറ്റി പകരം എക്സ്പ്ലോസീവ് പേലോഡുള്ള ഒരു ബാറ്ററി പോലെ കണ്ടാൽ അതേ ലുക്കിലുള്ള ഒരു ബാറ്ററി വെച്ച് മാറ്റിയതായിരിക്കാം. പിന്നെ അപ്പൊ അങ്ങനെയായിരിക്കും അത് ചെയ്തിട്ടുള്ളത്. അതിന്റെ ട്രിഗർ മെക്കാനിസം എന്താണെന്നൊന്നും ഞാൻ ഒരു ലൈവ് ടെലിവിഷനിൽ പറയുന്നത് ശരിയല്ല. അപ്പൊ അത് കാരണം ഞാൻ ട്രിഗർ മെക്കാനിസം എന്താണെന്ന് പറയുന്നില്ല. പക്ഷെ എന്ത് രീതിയിൽ വേണമെങ്കിൽ ആവാം. ഒരു മെസ്സേജ് അയച്ചിട്ടോ
പേജറിലൊക്കെ ഒരു വൈബ്രേറ്റിംഗ് മോട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്പീക്കർ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ്, സെൻസ് ചെയ്തിട്ടാണ് ഇതിന്റെ എക്സ്പ്ലോസീവ് ട്രിഗർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ ഒരു പേലോഡ് ഡെലിവറി നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ പേജസ് ഒക്കെ എല്ലാവരും കൊണ്ടു നടക്കുന്നതോ വെയർ ചെയ്യുന്നതോ ബെൽറ്റിലോ അല്ലെങ്കിൽ ഹിപ്പ് റീജിയനിലായിരിക്കും പൊതുവെ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 5 അടി 6 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ ഈ ഹിപ്പിന്റെ ഭാഗത്ത് അത് കൊണ്ട് നടക്കുമ്പോൾ ആക്ച്വലി കുട്ടികളുടെ ഹൈറ്റാണ് ശരിക്കും വരുന്നത്. അതായത് കുട്ടികൾക്ക് മാക്സിമം ഡിസ്ട്രക്ഷൻ വരാവുന്ന രീതിയിലുള്ള ഒരു ഹൈറ്റാണ് അത്. അതായത് ഒരു 2 അടി 2.5 അടി 3 അടിയൊക്കെ ഹൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ അടുത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഞ്ചുറി പറ്റാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത് ഒരു ഇൻസൈഡർ ജോബാണെന്ന് പറയേണ്ടി വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്കിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറിയിട്ട് ഇപ്പൊ നമ്മൾ ഒരു ഹാക്കിംഗ് അറ്റംപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡിസ്കവറി ഫേസ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇൻഫിൽട്രേഷൻ. അപ്പൊ ഇൻഫിൽട്രേഷനിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള ആൾക്കാർ, അതായത് ഇൻസൈഡേഴ്സ്, അവർക്ക് കൂടുതൽ ആക്സസ് ഉണ്ടാവും. മാനുഫാക്ചറിങ് സൈഡിൽ വരുന്നതല്ലായിരിക്കും, അവിടെ നിന്നും പോന്നു കഴിഞ്ഞായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഡിവൈസിൽ ഇങ്ങനെ ഒരു കൃത്രിമത്വം വരുത്താൻ പറ്റുകയുള്ളൂ, അല്ല ഒരു മാനുഫാക്ചറിങ് സൈഡിലായിരിക്കില്ലല്ലോ. അത് തന്നെയല്ല, ഈ തായ്വാൻ കമ്പനിക്കാണല്ലോ ഇതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നത്, പക്ഷേ അവരിത് ഡിനൈ ചെയ്തിട്ടുണ്ട്, ഞങ്ങളല്ല ഇത് പ്രൊവൈഡ് ചെയ്തത് എന്ന്. അങ്ങനെയാണല്ലോ അന്വേഷണം ബൾഗേറിയയിലേക്കും ഹംഗറിയിലേക്കും നോർവേയിലേക്കുമൊക്കെ നീളുന്നത്. പക്ഷേ അവിടെയും ഈ സപ്ലൈ ചെയിനിൽ എവിടെ വെച്ചാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ? എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? സപ്ലൈ ചെയിൻ്റെ കാര്യം നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് പലതും പോയിട്ടുള്ളത് ചിലപ്പോൾ ഷെൽ കമ്പനീസ് മുഖാന്തരമായിരിക്കും. അപ്പോൾ ഷെൽ കമ്പനീസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെൽ കമ്പനീസ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഷെൽ കമ്പനീസ് വഴിക്കാണ് ഷിപ്പിംഗ് പോയിട്ടുള്ളത്, അവിടെയാണ് കോംപ്രമൈസ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഷെൽ കമ്പനിയുടെ പുറകിൽ ആരാന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ, എനിത്തിങ് ഈസ് പോസിബിൾ. അപ്പോൾ അവിടെയായിരിക്കും കോംപ്രമൈസ് നടന്നിട്ടുണ്ടാവുക. ഇത് മാനുഫാക്ചറിംഗിൽ നടക്കാത്ത കാരണം തീർച്ചയായിട്ടും സപ്ലൈ ചെയിനിൽ പല വഴിക്ക് എവിടെ വേണമെങ്കിലും, അതിപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് പറയുന്ന പോലെ നമുക്കൊരു ലെറ്റർ വേറൊരാൾക്ക് ഒരു അയക്കുമ്പോൾ ആ കവർ അറിയാത്ത രീതിയിൽ തുറന്ന് അതിൻ്റെ അകത്തുള്ള ലെറ്റർ മാറ്റി പുതിയൊരു ലെറ്റർ ഇടുന്ന പോലെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് എവിടെയാണ് ഏത് പോസ്റ്റ് ഓഫീസിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ശരി, ഇപ്പോൾ കരസേന മുൻ ഓഫീസർ കൂടിയായ കേണൽ എസ് ഡിന്നി കൂടി ചേരുകയാണ്. ശ്രീ ഡിന്നി, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന സപ്ലൈ ചെയിനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പോയപ്പോൾ അതൊരു മലയാളിയുടെ കമ്പനിയിലേക്ക് പോലും അന്വേഷണം പോയി. നോർവേയിൽ അങ്ങനെ അന്വേഷണം പോയി. ബൾഗേറിയയിൽ ഗവൺമെൻറ് അത്തരമൊരു അന്വേഷണത്തിനായിട്ട് ഉത്തരവിട്ടു. പക്ഷേ ഒടുവിൽ ആ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലിലേക്ക് പോവുകയാണ്. അങ്ങനെയാണല്ലോ ഈ റിൻസൺ ജോസ് എന്നുള്ള മലയാളിയുടെ കമ്പനി, അതിലേക്ക് അന്വേഷണം പോയത്. അപ്പോൾ ഈ രീതിയിൽ അവിടെയാകട്ടെ അദ്ദേഹത്തിൻ്റെ കമ്പനിയാകട്ടെ ഇതിലൊരു പണമിടപാട് നടന്നു എന്നുള്ള കണ്ടെത്തലായിരുന്നു. അത് ഈ രീതിയിൽ പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഇടപാടിലെ ഒരു ചെയിൻ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഈ ഷെൽ കമ്പനികൾ ഈ പറഞ്ഞ പോലെ സംഗമേശ്വരൻ മാണിക്യം പറഞ്ഞതുപോലെ ഇത് കണ്ടെത്തുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുകയാണെങ്കിൽ ഇനിയും എവിടെയും സംഭവിക്കാവുന്ന രീതിയിൽ, അതുമാത്രമല്ല ഒരു ഭീതി പൊതുവെ ഹിസ്ബുള്ളയ്ക്കുള്ളിലും അതുപോലെ തന്നെ ലെബനനിലും ഇറാനിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം നേടിയെടുക്കുക തന്നെ ചെയ്തിട്ടില്ലേ ഇസ്രായേൽ ഈ ഒരു ഒറ്റ അറ്റാക്ക് വഴി? തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും വലിയ എയിം ഇസ്രായേൽ ഫോഴ്സസ് അല്ലെങ്കിൽ മൊസാദ് ഇങ്ങനത്തെ ഏജൻസീസിന്റെ എല്ലാം ഏറ്റവും വലിയൊരു എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭീതി അല്ലെങ്കിൽ ഭയം അവരുടെ അഡ്വേഴ്സറീസിന്റെ മനസ്സിനകത്ത് കയറണം എന്നുള്ള ഒരൊറ്റ വിചാരത്തിൽ തന്നെയാണ് അവർ ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും അത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. കാരണം ഒക്ടോബർ 7-ാം തീയതി കഴിഞ്ഞ വർഷം ഹമാസ് ഇസ്രായേലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഈ അറ്റാക്ക് നടന്നപ്പം അവർക്ക് ഒരു വലിയൊരു തിരിച്ചടിയായിരുന്നു അത്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേൽ ഇന്റലിജൻസിന്റെ ഫെയിലിയർ ആയിരുന്നു, ഇസ്രായേലിന്റെ മിലിറ്ററിയുടെ ഫെയിലിയർ ആയിരുന്നു. ഇസ്രായേലിന് എപ്പോഴും ഈ ഭയം എന്ന് പറഞ്ഞൊരു കാര്യം അവരുടെ അഡ്വേഴ്സറീസിന്റെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേലിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടി ഉറപ്പാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷങ്ങളായിട്ട് പല പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ അവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ ആ ഭയം അന്ന് ഓവർകം ചെയ്താണ് ഹമാസ് അത്ര വലിയ ഒരു കാഷ്വാലിറ്റീസ് ഇസ്രായേലിന്റെ മുകളിൽ കൊടുക്കാൻ സാധിച്ചത്. അപ്പൊ അതിന്റെ പകരമായിട്ട് ഇപ്പം ഇതുപോലെ ഗാസയിലൊക്കെ ഭയങ്കരമായിട്ട് അറ്റാക്കും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭയം എന്നുള്ള കാര്യം തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ഈ ഒരു ആഴ്ച കഴിഞ്ഞ 2-3 ദിവസത്തിന് മുൻപായിട്ട് നമ്മൾ കാണുന്നത് ആ ഭയം തിരിച്ച് ഈ അഡ്വേഴ്സറീസ്, അതായത് ഹിസ്ബുള്ള ആയാലും ശരി,
ഇറാൻ ആയാലും ശരി, ഹമാസ് ആയാലും ശരി, അവരുടെ ലീഡേഴ്സ് മാത്രമല്ല സാധാരണക്കാരെ പ്രവർത്തകരുടെ മനസ്സിനകത്ത് പോലും ഞാൻ എന്ത് ഡിവൈസ് ഉപയോഗിച്ചാലും ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ഒരു ശേഷി ഇസ്രയേലിനുണ്ട് എന്നുള്ളൊരു ഭയം വരും. നമുക്കറിയാം, എത്രയോ വീഡിയോ നമ്മൾ കാണുന്നുണ്ട്, ഹിസ്ബുള്ളയുടെ ആളുകളൊക്കെ മൊബൈലൊക്കെ എടുത്ത് ഊരിക്കളയുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ വാച്ച് ഊരിക്കളയുന്നു, അങ്ങനെയൊക്കെയുള്ള. അപ്പം മനസ്സിനകത്ത് അവരുടെ, അതായത് ഒരു കുടുംബത്തിലും സ്വന്തം ശരീരത്തിലേക്ക് വരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ മാറി. അപ്പൊ അവിടാണ് ഈ ഇസ്രായേലിലെ ഏറ്റവും വലിയ ഒരു ആ ഡിറ്ററൻസ് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ഒരു പാർഷ്യലി എങ്കിലും അവർക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത്, അതായത് നേരത്തെ ശ്രീ സംഗേശ്വരൻ പറഞ്ഞ പോലെ സപ്ലൈ ചെയിൻ മാത്രമായിരിക്കത്തില്ല അവർ എനിക്ക് തോന്നുന്നു ഇൻഫിൽട്രേറ്റ് ചെയ്ത്. അതിന്റെ ഒരു പ്ലാനിങ്ങിന്റെ ഒരു ഭാഗം നോക്കൂ. ഒരു തൈവാൻ ബേസ്ഡ് ആയിട്ട് ഒരു കമ്പനിയാണ് ഇത് ആക്ച്വലി ഈ ഡിവൈസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ കുറെ വർഷം മുമ്പ് ഇത് നിർത്തിയിരുന്നു. അപ്പൊ അവർ അതിന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഹംഗറി ബേസ്ഡ് ആയിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഷെൽ കമ്പനി ഞങ്ങൾ ചെയ്തോളാം, പക്ഷെ നിങ്ങളെ ബ്രാൻഡ് നെയിം നിങ്ങൾ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് അവർ വന്നത്. അപ്പൊ അവിടെയാണ് ഇസ്രായേലിന്റെ ആ ഒരു ഇന്റലിജൻസിന്റെ മിടുക്ക് എന്ന് പറയുന്നത്. അവര് ഇതിന് മുൻകൂട്ടി കണ്ടു, അതായത് പേജറിനെ ഉപയോഗിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പേജറിനെ ഉപയോഗിക്കാനുള്ള തീരുമാനം അവരെടുത്തു. അങ്ങനാണെങ്കിൽ ഈ പേജർ കൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ട് ഉള്ള വിചാരത്തിൽ ആ ഇന്റലിജൻസിന്റെ ബേസിസിൽ അവരൊരു ഷെൽ കമ്പനിയിലൂടെ ഈ തൈവാൻ ബേസ്ഡ് കമ്പനിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. ആ തൈവാൻ ബേസ്ഡ് കമ്പനി അവർക്ക് എഗ്രിമെന്റ് കൊടുത്തു, ഓക്കെ ഫൈൻ, നിങ്ങൾ ചെയ്തോ, ഞങ്ങളെ ബ്രാൻഡ് നെയിം അതേ അപ്പോളോ ആ നമ്പർ ആ ബ്രാൻഡ് നെയിം ആ എക്യുപ്മെന്റ് ഉപയോഗിച്ചോളുന്നു. എന്നിട്ട് ഈ ഷെൽ കമ്പനിക്ക് വേണ്ടി ഫണ്ടിങ്ങിന് വേണ്ടി അടുത്ത വേറൊരു ഷെൽ കമ്പനി അവർ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഈ ജോസ് പറയുന്ന ആ വ്യക്തിയുടെ ആ ഒരു ഷെൽ കമ്പനി, അതും അദ്ദേഹം ഇരിക്കുന്ന നോർവേയിലാണ്, ഇത് ബൾഗേറിയയിൽ എങ്ങാണ്ടാണ് ഈ ഷെൽ കമ്പനിയുടെ ഈ ഫണ്ടിങ് പോകുന്നത്. അപ്പം എങ്ങനെയാണ് അവരെല്ലാ സ്ഥലത്തും അവരുടെ ഒരു സിഗ്നേച്ചർ പോലും കാണാത്ത രീതിയിൽ പല കമ്പനീസിലും പല രാജ്യങ്ങളും പല ആളുകളുമായിട്ടാണ് അവരിതെല്ലാം ചെയ്തത്. അപ്പം ഈ മാനുഫാക്ചർ ചെയ്ത് തന്നെ പ്രോബബ്ലി ഇസ്രായേലിന്റെ ഒരു മേൽനോട്ടത്തിൽ ആവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം അത്ര കൃത്യമായിട്ടാണ് ഇതിനകത്ത് ഓരോ പേജറിനകത്തും ആ എക്സ്പ്ലോസീവ്സ് കൊണ്ടുപോയതും അല്ലെങ്കിൽ വെച്ചതും അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് ചെയ്ത് അവർക്ക് ഹെസ്ബുള്ളിലേക്ക് കൈമാറുകയും ചെയ്തു. അപ്പം ഇത്ര പ്ലാനിങ്ങിലൂടെ ചെയ്യണമെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഇസ്രായേലിന്റെ തന്നെ ഏതോ ഒരു അഗെയിൻ ഒരു കമ്പനി തന്നെയായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം നേരത്തെ കുറെ വേറെ ആളുകൾ വെസ്റ്റേൺ ഏജൻസിയിലൊക്കെ പറഞ്ഞ ഹിസ്ബുള്ളയുടെ പൈസ വെച്ച് ഹിസ്ബുള്ളയെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള പ്ലാനിങ് ആണ് ആക്ച്വലി ഇസ്രായേൽ നടത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇത് സപ്ലൈ ചെയിനിന്റെ മാത്രം ആയിരിക്കില്ല, ചിലപ്പോൾ മാനുഫാക്ചറിങ് ചെയ്തത് പോലും നമുക്ക് ഇസ്രായേൽ ആവാം എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാതെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അത്രമാത്രം കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് പ്ലാനിങ് എക്സിക്യൂട്ട് ചെയ്ത ഇസ്രായേൽ അവരുടെ നഷ്ടപ്പെട്ട ഭയം, അങ്ങ് പറഞ്ഞ പോലെ ആ ഭയം തിരിച്ച് റീഇൻസ്റ്റോർ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ നേരത്തെ സ്റ്റീഫൻ പറഞ്ഞതുപോലെ റോക്കറ്റ് ആക്രമണം തുടരുകയാണ്. അത് ഇസ്രായേലിൻ്റെ വടക്കൻ ഭാഗങ്ങളിലേക്ക് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ്ബുള്ള ടാർഗറ്റുകളിലേക്ക് ഇസ്രായേലും വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു പോർമുഖം തുറന്നു എന്നതിൻ്റെ തന്നെ പ്രതീതി കിട്ടുകയാണ്. അമേരിക്ക ഇടപെടുന്നുണ്ട്. അമേരിക്ക പറയുന്നത് ഇത് എസ്കലേറ്റ് ചെയ്യരുത്, ഇത് വർദ്ധിപ്പിക്കരുത് ഈ യുദ്ധത്തിൻ്റെ ഈ അന്തരീക്ഷം എന്ന രീതിയിൽ ഇടപെടുന്നുണ്ട് എങ്കിലും ലോകരാജ്യങ്ങൾ അങ്ങനെയുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ആക്രമണത്തിനൊരു അറുതി വന്നിട്ടില്ലല്ലോ. ഈ പുതിയ പോർമുഖമൊന്നുമല്ല ശ്രീ മഞ്ചേഷ്, ഇത് നേരത്തെ തന്നെ ഉള്ള പോർമുഖം തന്നെയാണ്. ലെബനനിൽ നമുക്കറിയാം 80കളുടെ മധ്യത്തിൽ ലെബനനിൽ നടന്നൊരു ഒരു ഗംഭീരമായ സ്ഫോടനം, അതൊരു കെമിക്കൽ ഫാക്ടറി അല്ലെങ്കിൽ അമോണിയ സംഭരണി പൊട്ടിത്തെറിക്കുകയാണ്. അവിടെ 3 ലക്ഷത്തോളം ആളുകളാണ് ബെയ്റൂട്ടിൽ ഡിസ്പ്ലേറ്റ് ആയത്, അനേക മരണങ്ങൾ. അപ്പോൾ അതിൽ നിന്നും ലെബനന് കരകയറാൻ വർഷങ്ങൾ വേണ്ടി വന്നു. അതുമാത്രമല്ല, എക്കാലത്തും കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടായി ലെബനൻ ഇസ്രായേൽ അതിർത്തി അതീവ സംഘർഷഭരിതമാണ്. അപ്പോൾ ഇതൊരു റോളർ കോസ്റ്റർ റൈഡാണ്. ചില സമയത്ത് ലെബനൻ അതിർത്തി വളരെ സംഘർഷപൂരിതമാകും. എന്നാൽ ഹിസ്ബുള്ള ലെബനീസ് തെക്കൻ പ്രദേശം പൂർണ്ണമായി ഡോമിനേറ്റ് ചെയ്തത് തുടങ്ങിയതിന് ശേഷം ഒരു ചെറിയ തോതിലുള്ള ഒരു ശാന്തതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒക്ടോബർ 7 ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണവും അതിനുള്ള തിരിച്ചടിയും അതിനുള്ള മറുതിരിച്ചടിയും എല്ലാം ചേർന്നുകൊണ്ട് വളരെ വലിയ തോതിൽ നേരിട്ട് രംഗത്ത് വന്നത് ഹമാസിന് അനുകൂലമായി നേരിട്ട് വന്നത് ഹിസ്ബുള്ളയാണ്. ആ ഹിസ്ബുള്ളയുടെ
ഒരു ഫൈറ്റിംഗ് ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഹമാസിനെ പോലെയല്ല. ഹമാസ് ചിതറിയ ഒരു കൂട്ടമെന്ന് പറയാനാവില്ല എങ്കിലും കേവലം 15,000 ഫോഴ്സാണ് യഥാർത്ഥത്തിൽ ഫൈറ്റിംഗ് ഫോഴ്സ് ഉള്ളത്. പക്ഷേ അതിനേക്കാൾ വളരെ കൂടുതൽ 100,000-ഓളം ഫൈറ്റിംഗ് ഫോഴ്സ് തന്നെയുണ്ട്. അതിൽ ആക്റ്റീവ് ഫോഴ്സ് എന്ന് പറയാൻ 50,000-ഓളം പേരുണ്ടാകും. ഇത്രയും വലിയ ഒരു മിലിഷ്യ യൂണിറ്റ്, അതൊരു സെമി മിലിറ്ററി യൂണിറ്റ് തന്നെയാണ്. ആ യൂണിറ്റിന് ആധുനിക ഉപകരണങ്ങളുണ്ട്, അത് പ്രൊക്യൂർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, ഇറാൻ്റെ കലവറയില്ലാത്ത പിന്തുണയുണ്ട്. ആ ഒരു അത് മാത്രമല്ല, അവർക്കൊരു ഒന്നാം തരം കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്, സിസ്റ്റമുണ്ട്. അതാണ് ഇൻറ്റേർണലി. അതുപോലെ ഇറാനുമായുള്ള കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കംപ്ലീറ്റ്ലി തകർന്നത്. പേജർ എന്നത് ആ നെറ്റ്വർക്കിൻ്റെ ഒരു ഡിവൈസ് മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്. ഇനി എങ്ങനെയാണ് പേജറിനെ വിശ്വസിക്കാനൊക്കില്ല, വോക്കി ടോക്കിയെ വിശ്വസിക്കാനൊക്കില്ല, മൊബൈൽ ഫോണിനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ആഭ്യന്തരമായി ഈ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ആശയവിനിമയം സംശയത്തിൻ്റെ നിഴലിലായി. ഇനിയിപ്പോൾ എങ്ങനെയാണ് നേരിട്ട് ദൂതന്മാരെ അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അതോ പ്രാവിൻ്റെ കയ്യിൽ ഇത് കൊടുത്ത് എന്ന സന്ദേശം കൊടുത്ത് പ്രാകൃതമായ രീതിയിൽ ചെയ്യുമോ? എങ്ങനെയാണ് ഒരു ടെക്നോ ഡിവൈസും ഉപയോഗിക്കാനാവാത്ത രീതിയിൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന സായുധ മിലിഷ്യകളുടെ ഒരു രീതി മാറിയിരിക്കുന്നു. അവിടെയാണ് ഇസ്രായേൽ. അപ്പോൾ ഇതിനകത്ത് ഒരു ആക്രമണം, പേജർ ആക്രമണം ഒരു ഭീതി വിതച്ചു എന്നത് മാത്രമല്ല, ഒരു രീതിയിലും കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത രീതിയിൽ. അതാണ് ഡിറ്ററൻസ്. ഇസ്രായേൽ ആഗ്രഹിക്കുന്ന ഡിറ്ററൻസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രതിരോധം വേണം, ഞങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കുന്നത് ഉറപ്പാണ്. ആശയവിനിമയത്തിനുള്ള ഒരു സംവിധാനത്തെയും ആശ്രയിക്കുവാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയാത്ത വിധം അവരെ ഭീതിയിലാക്കി. അതുപോലെ തന്നെ ലെബനനിലാകെ ഏത് ഇലക്ട്രോണിക് ഡിവൈസ് പോലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അവസ്ഥയിൽ എന്നുള്ള ഒരു ഭയാനകമായ സ്ഥിതിവിശേഷം ഇല്ലേ? അതാണ് ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നത്. ഇത് തന്നെയാണ് ഇസ്രായേല്. പക്ഷെ ഹമാസിനെതിരെ ഇത്തരം ഒരു തന്ത്രം അവർ പ്രയോഗിച്ചിരുന്നില്ല. കാരണം ഹമാസ് കൂടുതലും ഇതിനേക്കാൾ കൂടുതൽ ടെക്കി സാവികളായിരുന്നു, അല്ലെ? ടെക്നോ സാവികളാണ്. അങ്ങനെ പറയാനാവില്ല. ഹമാസ് കൂടുതൽ ടെക് സാവി എന്ന് പറയാനാവില്ല. അവൻ്റെ സാഹചര്യം, പ്ലോട്ട് വ്യത്യസ്തമാണ്. ഹമാസിനെ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം 1 വർഷത്തോളമായി പൂർണ്ണമായി ഹമാസിനെ എലിമിനേറ്റ് ചെയ്തു എന്ന് പറയാനാവില്ല. കാരണം ഹമാസിന് അവരുടേതായ രീതിയിൽ സന്ദേശവാഹകർ, കേവലം 360 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ചെറിയൊരു പ്രദേശമാണ് ഗാസ. അതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് സന്ദേശവാഹകരുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ആഭ്യന്തരമായി സന്ദേശം കൈമാറാൻ ഇവർക്കൊരു സംവിധാനമുണ്ട്. കുറച്ചുകൂടി സുരക്ഷിതരാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായ ലെബനനിൽ തമ്പടിച്ചിരിക്കുന്ന ഹിസ്ബുള്ളയ്ക്കുള്ളത്. അതുകൊണ്ട് അതൊരു സെമി ഗവൺമെന്റ് കൂടിയാണ്. എന്നാൽ ഗാസയിലെ ഇറാന്റെ പിന്തുണയുമുണ്ട്. ഇറാന്റെ പിന്തുണ പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ ഇറാന്റെ പിന്തുണ ഇനി എല്ലാ കണ്ണുകളും നീളാൻ പോകുന്നത് എങ്ങനെയാണ്, ഫ്രം ദിസ് പോയിന്റ് എങ്ങനെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഇറാൻ ഒരു ഡെമോക്രസിയാണെന്ന് ഓർക്കണം. ഇറാനുള്ളിൽ പുകയുന്ന ഒരു വലിയ അഗ്നിപർവ്വതമുണ്ട്. അത് പൊതുസമൂഹത്തിൻ്റെ കളക്റ്റീവ് മൈൻഡ് സെറ്റാണ്. ഒരു മിതവാദിയായ പെഹഷ്കിയാനെ അവർ പ്രസിഡന്റാക്കി. എന്നാൽ യഥാർത്ഥ ഡിഫാക്ടോ അധികാരി എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖമനിയാണ്. അപ്പം ഖമനി ഒരു ഹോക്കിഷ് പൊസിഷനാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്നതല്ലാതെ, വലിയ പ്രഖ്യാപനങ്ങളും പറച്ചിലുകളും അല്ലാതെ യഥാർത്ഥത്തിൽ ഇറാൻ നടത്തിയ എല്ലാ ആക്രമണങ്ങളും കേവലം സിംബോളിക് മാത്രമായിരുന്നു. 100 കണക്കിന് റോക്കറ്റുകളും മിസൈലുകളും ഇസ്രായേലിനെതിരെ 2 മാസം മുമ്പ് അയച്ച് ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് വരുത്തി തീർത്തതല്ലാതെ ഇസ്രായേലിനെ വേദനിപ്പിക്കാനായില്ല. ഒന്നുകിൽ പാതി വഴിയിൽ തകർന്നു വീണു, അല്ല എങ്കിൽ ഇസ്രായേലിൻ്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നു. അതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്നത് കുരയ്ക്കും പെട്ട് കടിക്കില്ല എന്ന മട്ടിൽ ഇറാൻ്റെ ആ ഒരു ടീത്ത് നഷ്ടപ്പെട്ടു, വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. അപ്പം ഇറാനെ ആശ്രയിച്ചു മാത്രം മുന്നോട്ട് പോകുന്ന ബെയ്റൂട്ടിലെ മിലിഷ്യകളായിക്കൊള്ളട്ടെ, ദമാസ്കസിലെ ഷിയ മിലിഷ്യ ആയിക്കൊള്ളട്ടെ, യമനിലെ ഹൂതികളായിക്കൊള്ളട്ടെ, ഇനി എങ്ങനെയാണ് ഇറാൻ അവരെ എല്ലാം കോർത്തിണക്കുന്നത്? അപ്പോൾ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ കേപ്പബിലിറ്റി, ടെക്നോളജി, വിശ്വാസ്യത ഇതെല്ലാം തകരുന്ന ഒരവസ്ഥയാണ്. ഇത് തന്നെയാണ് ആത്യന്തികമായി ഇസ്രായേൽ ആഗ്രഹിച്ചത്. ഇറാൻ്റെ കേപ്പബിലിറ്റിയും വിശ്വാസ്യതയും കൂട്ടുകാർക്കുള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു സഖ്യകക്ഷികൾക്കുള്ളിൽ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ ഇസ്രായേൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് കരുതാം. ഇതാണ് യഥാർത്ഥത്തിൻ്റെ ബാക്കി പത്രം. ശരി, ശ്രീ സജിമോൻ ആന്റണി, മെഡിറ്ററേനിയൻ കടലിൽ പടിഞ്ഞാറൻ ഭാഗത്ത് അമേരിക്കയുടെ ഈ നാവികസേനാ വിന്യാസവും അത് പഴയ രീതിയിൽ തന്നെയാണോ, അതോ അംഗസംഖ്യ കൂട്ടിയിട്ടുണ്ടോ? സേനാ വിന്യാസം എത്രമാത്രം ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നതിന് ശേഷം? അതുപോലെ തന്നെ ഇറാൻ്റെ നീക്കം എന്തായിരിക്കും എന്ന് വളരെ ക്ലോസ് ആയിട്ട് തന്നെ വീക്ഷിച്ചു വരികയാണല്ലോ അമേരിക്ക. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
എസ് മഞ്ജുഷ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ നമ്മുടെ സഹപാനലിസ്റ്റ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നത്, ഇതൊരു ടെക്നോളജിക്കൽ വാർഫെയറോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ വാർഫെയറോ അല്ലെങ്കിൽ ഒരു സപ്ലൈ ചെയിൻ വാർഫെയറോ മാത്രം, ഇത് മൂന്നിന്റെയും കൂടി ഒരു സംഗമമാണ് നമ്മളിവിടെ കാണുന്നത്. സപ്ലൈ ചെയിൻ വാർഫെയർ വരുന്നുണ്ട്, ടെക്നോളജിക്കൽ വാർഫെയർ വരുന്നുണ്ട്, അതോടൊപ്പം മുമ്പേ സഹപാനലിസ്റ്റ് പറഞ്ഞ തന്നെ ഒരു ഫിയർ, ആ ഒരു ഫിയർ വെച്ചുകൊണ്ട് ഒരു ഇമോഷണൽ വാർഫെയറോട് നടത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അതിന്റെ ഒരു എതിർഭാഗം എന്ന് പറയുമ്പോൾ അത് പിന്നീട് ഒരു ഈ ടെക്നോളജിക്കൽ ടെററിസം പോലുമായി മാറാമല്ലോ. അങ്ങനെ ഒരു ഇതിന്റെ ഒരു അല്ലേ ഒരു ഭാവിയിൽ അത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറുമല്ലോ. തീർച്ചയായും. അതായത് ഈ യുദ്ധത്തിലേക്കുള്ള അവരുടെയിലുള്ള എല്ലാ പോസിബിലിറ്റീസ് തന്നെ അവർ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിനെ ഒരു ആയുധമാക്കി മാറ്റുക എന്നുള്ള ടെററിസ്റ്റിന്റെ ഒരു ഐഡിയ തന്നെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ലൈൻ ഓഫ് തിങ്ക് തന്നെയാണ് നമുക്ക് ഒരു സൈഡ് പറയാൻ പറ്റും. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിന് മുമ്പ് കഴിഞ്ഞ അതിന്റെ മാസവും ഒക്കെ ആയിട്ട് വളരെ സീനിയർ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ വധിക്കുകയുണ്ടായി മറ്റു രാജ്യങ്ങളിൽ വെച്ച്, ഇറാനിൽ തന്നെ വെച്ചിട്ട്, റൈറ്റ്? എന്നിട്ട് പോലും ഇറാന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഒന്ന് അടിച്ചു തകർത്ത് ഇസ്രായേലിനെ മൊത്തം നാമാവശേഷമാക്കുമെന്ന് പറഞ്ഞതല്ലാണ്ട് അതുപോലെ പ്രാവർത്തികമാക്കിയില്ല. കാരണം അവർക്കറിയാം ഇസ്രായേലിനെ വെറുതെ പോയി അങ്ങ് തൊട്ടിട്ടുണ്ടെങ്കിൽ അവർ ഒരടി കൊടുത്തിട്ട് 10 അടി തിരിച്ചു വാങ്ങും എന്നുള്ള ഒരു റിയാലിറ്റി അവർക്കും അറിയാം എന്നതിൽ അധിഷ്ഠിതമായ ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇറാന്റെ കാണുന്നത്. അതുകൊണ്ട് ഒരു നെയിംസേക്ക് ആയിട്ട് ഇപ്പൊ രാത്രി 1 മണി തൊട്ട് 2 മണി വരെ ആൾതാമസമൊന്നും ഇല്ലാത്തടത്തേക്ക് 100 മിസൈൽ ഇട്ടു, അവിടെ ആരും മരിച്ചില്ല, റൈറ്റ്? അപ്പൊ എന്നാൽ ഞങ്ങൾ ആക്രമിച്ചോ അല്ലെങ്കിൽ മിസൈൽ വിട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുജനത്തെ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇറാനിയൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു പ്രഹസനമായിട്ടുള്ള ഒരു മറു അറ്റാക്കായിരുന്നു ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. നീ മഞ്ജുഷ ചോദിച്ച ഒരു കാര്യത്തിലേക്ക്, ഇന്ന് ഇത് എങ്ങോട്ടേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അറേബ്യൻ പെനിൻസുലയിൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് ഒരു പുതുമയല്ല. അത് നമ്മൾ കഴിഞ്ഞ 100 എന്ന് തൊട്ട് നമ്മുടെ ഹ്യൂമൻ ഇത് തുടങ്ങുന്നു അന്ന് തൊട്ടേ ആ ഒരു ഫൈറ്റും ഇൻഫൈറ്റും കൗണ്ടർ ടെററിസവും അറ്റാക്കും കൗണ്ടർ അറ്റാക്കുകളും എല്ലാം ഒരു ദിനചര്യയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ അമേരിക്കയിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഗവൺമെന്റും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. എന്നാൽ അമേരിക്കൻ ഫോറിൻ പോളിസിയിൽ ഇസ്രായേലിന് വേണ്ട എല്ലാ സപ്പോർട്ടും, അൺഈക്വൽ സപ്പോർട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരേ ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഡെമോക്രാറ്റ്സ് പറയുന്നതിനേക്കാളും അല്പം കൂടെ കൂടുതൽ ചെയ്യും, പക്ഷെ അത് പബ്ലിക്കലി പറയത്തില്ല. കാരണം അവർക്കും വോട്ട് വേണം, അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഒരു സമയം ആയിരിക്കും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തുമാത്രം പറയുന്നോ അതിനേക്കാളും കുറച്ചുകൂടെ ചെയ്യാറുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു റിയൽ ഫേസ് നമുക്ക് കിട്ടുകയുള്ളൂ. അതാണ് ഇവിടെ നിന്നുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അത് മാത്രം, പക്ഷേ അമേരിക്ക ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഈ അമേരിക്കയ്ക്ക് എപ്പോഴും ത്രെട്ടായി നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണല്ലോ, ഒരു സായുധ സംഘം തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ഏത് നീക്കവും അത് അമേരിക്കയും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്, അത് തന്നെയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നതും. അപ്പോൾ അത് അങ്ങനെ തന്നെയാണല്ലോ അത് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും മഞ്ജുഷ, ഇവിടെ നമുക്ക് കാണേണ്ട വേറൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ അമേരിക്കൻ പോളിസിയിൽ പറയുമ്പം അമേരിക്കക്കാർ എപ്പോഴും കെയർ ചെയ്യുന്നത് ഇവിടുത്തെ എത്ര അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. അപ്പൊ ഈ വരുന്ന ഇപ്പോഴത്തെ ആ ഗൾഫ് പ്രതിഭാസത്തില്, അഫ്ഗാനിന് ശേഷം വരുന്ന ഈ ഒരു പ്രതിഭാസത്തില് അമേരിക്കയുടെ സോൾജേഴ്സ് ആരും അവിടെ ഇല്ല, ഫിസിക്കലി അവിടെ ഇല്ല. എന്നാൽ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് താനും. എന്നാൽ അമേരിക്കത്തിന്റെ ആയുധങ്ങളുടെ സപ്ലൈ അൺലിമിറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട് സഖ്യകക്ഷികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ, അല്ലെ ആ ഒരു ആംഗിളിലാണ് അമേരിക്ക ഇവിടുന്ന് കാണുന്നത്. ഇനി അമേരിക്കയുടെ സ്ട്രെങ്ത് എന്തുമാത്രം കൂടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു സിഗ്നിഫിക്കന്റ് റേസ് ആണ്. ഏകദേശം 30,000 സായുധ സേന അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് 40,000 അല്ല ഇപ്പൊ 50,000-ലേക്ക് അപ്പൊ ഏകദേശം ഇരട്ടിയോളം അധികം അത് വർദ്ധിപ്പിച്ചു. ഇതിനു മുമ്പ് കഴിഞ്ഞ തവണ ഇറാന്റെ അവിടെ ഹിസ്ബുള്ളയുടെ മെയിൻ നേതാവിനെ കൊന്നപ്പോൾ ആ ഒരു സംശയാക്രമണത്തെ ടാർഗറ്റ് അറ്റാക്കിൽ കൊന്ന സമയത്ത് തന്നെ അമേരിക്ക ഒരു കൗണ്ടർ അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സായുധ സേനയുടെ ബലം കൂട്ടുകയും അത് മാത്രമല്ല വളരെ അത്യാധുനിക യുദ്ധശേഷിയുള്ള യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഏത് തരത്തിലുള്ള ഒരു ആക്രമണത്തെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഒരു യുദ്ധക്കോപ്പുകൾ അവിടെ സജ്ജമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ പറ്റും യെസ്. ആ ഒരു ബലവൂടെയാണ് ഇസ്രായേലിനെ ഏത് രീതിയിലും മറ്റവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്രേരിപ്പിക്കുകയും കൂടി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അൺലിമിറ്റഡ് സപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എന്നുള്ള കാര്യത്തിൽ എല്ലാ സമയത്തും ഇസ്രായേലിന് അങ്ങനെ ഒരു സപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കിട്ടും. ശ്രീ സ്റ്റീഫൻ, ഇതിപ്പോൾ 1 വർഷം ആകാറായി ഈ ഹമാസ് അറ്റാക്കിന്റെ തുടക്കമിട്ടത് ഒക്ടോബറിലാണല്ലോ കഴിഞ്ഞ വർഷം. അപ്പോൾ ആ സമയത്ത് ഈ ഹമാസുമായിട്ടുള്ള ഈ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന ആ സമയത്തെയും ഇപ്പോൾ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഈ സംഘർഷം, ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ
ഇത് ഇസ്രായേലിൽ കഴിയുന്നവർക്ക്, താങ്കൾ വർഷങ്ങളായിട്ട് അവിടെയുള്ള ആളാണല്ലോ, മുമ്പത്തെ അത്രയും കലുഷിതമായ ഒരു അന്തരീക്ഷമല്ല, ഒരു സുരക്ഷിതമായി തന്നെ ഇരിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന ഒരു ഫീലിംഗ് ആണോ ഉള്ളത്? അതായത് യുദ്ധം തുടങ്ങിയ സമയത്ത് ഗാസയിൽ നിന്നായിരുന്നല്ലോ, ഗാസയിൽ നിന്ന് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഗാസയിൽ നിന്ന് വരുന്ന റോക്കറ്റ്സ് ആയാലും ശരി, ഗാസയിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ നമ്മൾക്കിപ്പം ലെബനോനിൽ നിന്ന് ഉണ്ടാകുന്ന അറ്റാക്കുകളൊന്നും നമുക്ക് അതിന്റെ ഇമ്പാക്ട് നമുക്ക് വലുതായിട്ട് ഇസ്രായേലിൽ ഇല്ല. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ലെബനോൻ ഫേസ് ചെയ്യുന്ന ബോർഡർ പ്രദേശങ്ങളെല്ലാം മൗണ്ടൻ ഏരിയസ് ആണ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർ ഈ പറഞ്ഞ കണക്ക് സംഭവങ്ങളിലൊന്നും ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താനായിട്ട് ഒരുപാട് താമസം എടുക്കും. ആകെ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ കിരിയാത്ത് ഷ്മോൺ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസിലാണ് കൂടുതലും റോക്കറ്റ് അറ്റാക്സ് വന്ന് വീഴുന്നത്. ബാക്കിയുള്ള എല്ലാം ഈ ഗോലാൻ കുന്നുകളും പിന്നെ അങ്ങനെയുള്ള എല്ലാം ഉള്ള ഒരു ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചറുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിൽ അധികം ജനവാസം ഇല്ലാത്തൊരു പ്രദേശം ആയതുകൊണ്ട് നിലവിൽ ഇപ്പം വലിയതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഗാസയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന റോക്കറ്റ്സ് വെച്ച് അത്രയും അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്ന വെച്ചിട്ട് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങള്, പരിക്കുകള്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട്. പക്ഷെ ലെബനോനിൽ നിന്നുണ്ടാവുന്ന ഇപ്പൊ ഇന്ന് തന്നെ വന്നില്ല, ഇപ്പൊ ഏകദേശം ഉച്ചയ്ക്ക് ഏകദേശം 130 റോക്കറ്റ്സ് ഫയർ ചെയ്തിട്ട് പോലും കാഷ്വാലിറ്റിയും ഇല്ല, നമുക്ക് നാശനഷ്ടങ്ങളും ഇല്ല. ശരി, ഇതാണിപ്പോൾ ഇസ്രായേലിലെ അവസ്ഥ. സ്റ്റീഫനാണ് അവിടെ നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീ സംഗമേശ്വരൻ മാണിക്യം, ഇതിപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ തിരിച്ചിത് സംഭവിക്കുമ്പോൾ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളുടെ കയ്യിലൊക്കെ ഇത്തരത്തിലുള്ള ഈ അറ്റാക്കിനുള്ള ഈ സാങ്കേതിക വിദ്യ അവരിതിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു ടെററിസ്റ്റ് വാർ എന്ന രീതിയിൽ, ഈ ടെക്നോളജിക്കൽ വാർ എന്നതിൽ നിന്ന് ഒരു ടെക്നോളജിക്കൽ ടെററിസം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമല്ലോ. അപ്പോൾ ഒട്ടും ശുഭകരമല്ല ഇത്തരത്തിലുള്ള ഈ അറ്റാക്കുകൾ നടക്കുന്നത്, ഈ സാങ്കേതിക വിദ്യയുടെ ഇത്തരത്തിലുള്ള മറ പിടിച്ചുകൊണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്താണ് അതിന്റെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഇങ്ങനെ ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേലോഡ് ഡെലിവറി ചെയ്യാൻ പറ്റും. പേലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ബാറ്ററി മാറ്റി വെച്ചിട്ട് അതിന്റെ ആ ഒരു എക്സ്പ്ലോസീവ് കണ്ടന്റ് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നിപ്പോൾ ആൾക്കാർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. പല അന്താരാഷ്ട്ര ഏജൻസികളും ഇതിനെ ഉറ്റുനോക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് ശരിക്കും ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം അവർക്ക് മനസ്സിലായിട്ടുണ്ട് എവിടെയൊക്കെ രീതിയിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യാം. അപ്പൊ ഇത് ലീഡ് ചെയ്യുന്നത് വേറൊരു ക്വസ്റ്റ്യനിലേക്കാണ്. ഇപ്പോൾ ഓരോ രാജ്യത്തും അവർ ചെയ്യുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നിന്ന്, അതായത് ഒരു സോഴ്സിൽ നിന്നോ മാനുഫാക്ചറിങ് ലൈനിൽ നിന്നോ ഇലക്ട്രോണിക് ഡിവൈസസ് ഇമ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും കുറച്ച് കുറയാനോ അല്ലെങ്കിൽ ഒരു സംശയത്തോടുകൂടി കാണാനോ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് ഒരു രാജ്യത്തെ മുഴുവൻ ഇതുപോലെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും, അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ഹോൾഡിംഗ് ദറ്റ് നേഷൻ ടു എ റാൻസം. അപ്പൊ അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. ഇത് അതിലേക്ക് ലീഡ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ പേജറിന്റെ ആസ്പെക്റ്റിൽ കണ്ടു, അതേപോലെ തന്നെയാണ് വാക്കി ടോക്കികളുടെ ഇതിലും. കാരണം ബാറ്ററിയുടെ ഇതിലാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അവർ എത്ര റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് നോക്കൂ. അതായത് ഏതൊക്കെ വഴിക്കാണ് ഇത് കടന്നു പോകുന്നത്, മാനുഫാക്ചറിങ് ലൈനിൽ തന്നെ കോംപ്രമൈസ് ചെയ്യണോ, അതുപോലെ തന്നെ ഇൻസൈഡർ ഡെഫിനറ്റ് ആയിട്ടുണ്ട്, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. ഇൻസൈഡർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ആ നെറ്റ്വർക്കിൽ ചെന്നിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അവരുടെ വർക്കിംഗ്, ഇന്നർ വർക്കിംഗ് എന്നുള്ളത്. ഇവർ പലരും ചിലപ്പോൾ ഡീപ്പ് അണ്ടർ കവർ ഏജൻസ് ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇൻഫിൽട്രേഷൻ, അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ് ആയിട്ട് ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് എത്രത്തോളം കൺട്രോൾ ഉണ്ട് ആസ് എ കൺസ്യൂമർ, നമുക്ക് കൺട്രോൾ കുറച്ച് കുറവാണ്. അപ്പൊ ഏതൊക്കെ ലെവലിൽ ഫിൽറ്ററിങ് നടക്കുന്നുണ്ടോ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാതിരി ചെക്കൊക്കെ ചെയ്ത ശേഷം തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഡിവൈസസ്. പക്ഷെ അവിടെയും നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് ട്രിഗറിങ് എങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. അതിനൊരു ഒരാളുടെ സഹായമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഏതൊക്കെ ട്രിഗറിങ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അതുകൊണ്ടാണ് ലൈവിൽ പറയാത്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടെക്നിക്സ് ഉണ്ടാവാം. ചിലപ്പോൾ പ്രോക്സിമിറ്റി ആയിരിക്കാം, ചിലപ്പോൾ റേഡിയോ ഫ്രീക്വൻസി ബേസ്ഡ് അറ്റാക്ക് ആയിരിക്കാം, ചിലപ്പോൾ ടെക്സ്റ്റ് ബേസ്ഡ് അറ്റാക്ക് ആയിരിക്കാം, ചിലപ്പോൾ വൈബ്രേറ്റിംഗ് മോട്ടോർ ബേസ്ഡ് ട്രിഗർ ആയിരിക്കാം യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സ്പെക്കുലേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്.
പക്ഷേ ഇവരൊന്നും, ഈ ഓർഗനൈസേഷനുകളെല്ലാം, ഈ സായുധ സംഘടനകളും ഒക്കെ, ഇവരൊക്കെ ഈ ടെക്നോളജി കൈകാര്യം ചെയ്യുന്നതിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളല്ലല്ലോ. മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് തന്നെ അവർ ഉപയോഗിക്കും, ടെക്നോളജി ഉപയോഗിക്കും, ഇതെല്ലാം ഉള്ളതാണല്ലോ. അതുകൊണ്ടാണല്ലോ അവർ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുവാനുള്ള ആഹ്വാനം ചെയ്തത്. ഇത്തരത്തിലുള്ള സാധ്യതയുണ്ട്, അവിടെ ഇങ്ങനെയുള്ള അറ്റാക്കുകൾ നടക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഹിസ്ബുള്ള ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട പകരം പേജറുകൾ ഉപയോഗിക്കുവാനുള്ള നിർദ്ദേശം നൽകിയതും. അപ്പോൾ അവരിത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവിടെ ഒരു കടന്നുകയറ്റം ഉണ്ടായി എന്നാണ്. അതെ, ഇതൊരു ബേസിക് ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഒരു പേജർ കുറച്ചു നേരം യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 2 ബാറ്ററീസ് ഉണ്ടെങ്കിൽ ഇപ്പൊ 2ഉം ഒരേ സമയം ചൂടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വൺ ഈസ് നോട്ട് ഗെറ്റിംഗ് ചാർജ്ഡ് അറ്റ് ദ സെയിം ടൈം. സോ ദ അതർ ഹാസ് സം അതർ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊരു ബേസിക് കാര്യം തന്നെയാണ്. അപ്പൊ ഇത് ചെയ്യുന്നതിൽ പല ഓർഗനൈസേഷൻസ്, ഇപ്പൊ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അവർ അത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 23 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു ബാറ്ററി മാറ്റി 20 ഗ്രാം എക്സ്പ്ലോസീവ് പേലോഡാണ് മാറ്റി വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു 3 ഗ്രാം ഒക്കെ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ആ ഒരു ടോളറൻസ് ലെവലിൽ ചിലപ്പോൾ വിട്ടുപോയതായിരിക്കാം. പക്ഷെ എല്ലാ പേജറും തുറന്നു നോക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ട് തുറന്നു നോക്കിയില്ല എന്നുള്ളതൊക്കെ അൺആൻസർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴും. ശരി, ശ്രീ ഡിന്നി, ഇക്കാര്യത്തിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്വേഷണത്തിൻ്റെ ഒരു പരിമിതികൾ പോലും ഇതിനകത്തുണ്ട്. ഇതൊരു രാജ്യം തന്നെ നടപ്പിലാക്കിയ ഒരു ഓപ്പറേഷനാണ്. അവരുടെ ചാരസംഘടനയെ വെച്ചുകൊണ്ട് തന്നെ, ഏജൻസിയെ വെച്ചുകൊണ്ട് തന്നെ നടപ്പിലാക്കിയതാണ്. അപ്പോൾ ഇത് അപലപനീയമായ ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇസ്രായേൽ അത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ ഇത്. ശ്രീ മഞ്ജുഷ്, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു സ്റ്റേറ്റ്, അതായത് ഇസ്രായേൽ എന്നുള്ളൊരു രാജ്യം ഒരു നോൺ സ്റ്റേറ്റ് ആക്ടർ, ഹെസ്ബുള്ള എന്നുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മിലിറ്റന്റ് ഓർഗനൈസേഷൻ, അവർ തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയാണ്. അപ്പൊ ഒരു സ്റ്റേറ്റിനെ, ഒരു നോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭീകരവാദി സംഘടന അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഘടനകളെ നേരിട്ടുള്ള യുദ്ധത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നോൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ ഭീകരവാദ സംഘടനകൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ അവരെ അറ്റ്ലീസ്റ്റ് ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ അവരുടെ സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ അന്ന് ആ ചോദ്യത്തിൽ, അതായത് ഇത് ഈ ഒരു കാര്യത്തിൽ, ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ശരി, മറ്റ് ഇതുപോലത്തെ ഇന്നോവേഷൻസ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇതേപോലത്തെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ് ആക്ച്വലി പല സ്റ്റേറ്റിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് പ്ലാനും ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത്. നമുക്കറിയാം US തന്നെ നോക്കൂ, 9/11 സ്ട്രൈക്ക് എങ്ങനെയാണ് ചെയ്തത്, ആർക്കും വിചാരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു പ്ലാനിങ്ങും എക്സിക്യൂഷൻ ആയിരുന്നു നടന്നത്. അപ്പൊ അത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള അൽ-ഖായിദ പോലത്തെ ഓർഗനൈസേഷൻ ആണ് ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം, ഒരു സാധാരണക്കാരൻ നമ്മളെ സംബന്ധിച്ചോളം, ലോകത്തെങ്ങും ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇതേപോലത്തെ കാര്യങ്ങൾ കണ്ട് അവര് സ്റ്റേറ്റും അവിടുത്തെ അതിന്റെ ആർമി പഠിക്കുന്നതിനെക്കാട്ടി ബെറ്റർ ലെസൺസും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിന്റെ നല്ല രീതിയിലുള്ള പഠനം നടത്തി അവരിനി എങ്ങനെ അത് ഉപയോഗിക്കണമെന്ന് ഉള്ള കാര്യങ്ങൾ ഓൾറെഡി പ്ലാനിങ് തുടങ്ങി കാണും. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മളെ എല്ലാവർക്കും വളരെ ചിന്ത അല്ലെങ്കിൽ ഒരു ആശങ്ക ഉള്ള ഒരു കാര്യം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇതേപോലത്തെ, ഇപ്പൊ ഒരു എക്സ്പ്ലോസീവ് വേണമെന്നില്ല, ഒരു 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 ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കിപ്പോ ഞാൻ ഇതേ സംഗമേശ്വരൻ പറഞ്ഞ പോലെ ഞാനും ഇതിനകത്ത് ഇരുന്നിട്ട് ഐഡിയാസ് ഞാൻ പറയുന്ന കാര്യമാണ്. കാരണം ഇതെല്ലാം എന്ത് ഐഡിയാസ് വേണമെങ്കിലും, പക്ഷെ എക്സ്പ്ലോസീവ്സ് ഇല്ലാതെ തന്നെ ഒരു രാജ്യത്ത് എന്തുമാത്രം നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണിക്കാം. എത്രയോ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ മഞ്ജുഷ്, ഇതിനകത്ത് സൈബറിന്റെ അത്ര വലിയ റോള് വന്നിട്ടില്ല. ഇത് ആക്ച്വലി ഇലക്ട്രോണിക് വാർഫെയർ മാത്രമായിട്ടുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് സൈബർ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ, അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ ഒരു ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ, എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എക്സ്പ്ലോസീവ്സ് ഇല്ലാതെ തന്നെ ഇതേപോലത്തെ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാൻ ഇന്ന് ലോകത്തെങ്ങും ധാരാളം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, അതിനെ ഭീകരവാദ സംഘടനയിൽ നമ്മൾ വിളിക്കുന്ന അവരുണ്ട്. ഇതെല്ലാം കണ്ട് അവരും അതേപോലുള്ള പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി സ്റ്റേറ്റിനും ഇതേപോലത്തെ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അവിടെ എനിക്കറിയാം ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഇത് ലോ ആണോ, ഇന്റർനാഷണൽ ലോ ഫോളോ ചെയ്യുന്നു, ഇതൊന്നും നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ ഒന്നും നമുക്ക് ഒരു വിധി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ദാറ്റ് ഇസ് ദ ഫാക്ട് ഓഫ് ലൈഫ്. ശരിയാണ്. ഇത് ഇനി അങ്ങോട്ട് ഇതൊരു മാതൃകയായി മാറാതിരിക്കട്ടെ എന്ന് ആശിക്കാം. കാരണം അങ്ങനെയാണെങ്കിൽ ഏത് സമയത്തും ആർക്കും ഇത്തരത്തിലുള്ള ഒരു ഭീതിയിൽ കഴിയേണ്ടി വരും ഇലക്ട്രോണിക് ഡിവൈസുകളുടെ കാര്യത്തിൽ. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഹിസ്ബുള്ളയെ തുടച്ചു നീക്കാൻ ഇസ്രായേലിന് കഴിയുമെന്ന് 66% പ്രേക്ഷകർ, ഇല്ല എന്ന് 30%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.